ആൾക്ക് ഇവരുടെയൊക്കെ ചേട്ടനാണെന്ന് തോന്നുന്നു. ആൾ ഭയങ്കര സ്മാർട്ടാണ്. കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഫ്രണ്ട്സ് പോയപ്പോൾ ഞാൻ പോയില്ല. ഇപ്പോൾ പോകാമെന്ന് വെച്ചപ്പോൾ നമ്മുടെ സീസർ വഴിപടക്കി നിൽക്കുകയാണ്. ബൈക്കിൻ്റെ അടിയിൽ നിന്ന് മാറുന്നില്ല. സീസർ കം, സീസർ കം, ബാ ബാ, കം 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 കം. അടിയിൽ എന്തല്ലേ? മാറുന്നില്ല. ഇപ്പോൾ രാവിലെ കാണിച്ചതുപോലെ ആപ്പിൾ മരമാണിത്, കണ്ടോ? നമുക്ക് കയ്യെത്തും ദൂരത്ത് ആപ്പിളുണ്ട്. അവിടെ ദൂരെ അതും ആപ്പിൾ മരം തന്നെയാണ്. എന്തോരം ആപ്പിളോ, ഇഷ്ടം പോലെ. പണ്ട് നാട്ടിൽ ചാമ്പയ്ക്കൊക്കെ പറിക്കുമ്പോൾ ഉള്ളൊരു ഫീല്. ഒരാപ്പിൾ പറിക്കുക, അങ്ങോട്ട് കഴിക്കുക, അടിപൊളിയല്ലേ. നമ്മുടെ മച്ചര അവിടുന്ന് മാറിയ അവിടെ എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. സീസർ കം കം, ബാ 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 ബാ, അങ്ങോട്ട് പോകണ്ടോ? എൻ്റെ അടിയിലൊന്നുമില്ല, ബാ ബാ. ദേഷ്യപ്പെടുന്നു. ഇതിവിടുത്തെ എന്താ പറയുക, ലോക്കൽ ബ്രീഡാണ്. ആൾ ഭയങ്കര ക്യൂട്ടാണ്. ഇവിടുത്തെ പട്ടികളൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കാഴ്ചയിൽ. ആളുടെ പേര് സീസർ എന്നാണെന്നാണ് പറഞ്ഞത്. നല്ല ക്യൂട്ടാണ്. കല്ല് കഴിക്കുന്നോ? ബാ 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 ബാ. ഐ ആം ട്രാപ്ഡ്. ബാ ബാ ബാ. അയ്യോ, എന്താണ് ഇതിനകത്തിൽ കുത്തി തുറന്നെടുക്കുന്നത്? സീസർ കം. ദേഷ്യക്കാരനാണ് കേട്ടോ, പുലിയാണ്. കല്ല് മാത്രമേ ഉള്ളൂ. ഷേ, വണ്ടി ഞാൻ മാറ്റി ഇങ്ങോട്ട് വെച്ചപ്പം വീണ്ടും സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ വന്ന് നിന്ന്. ആളങ്ങനെ മാറുന്നില്ല, മാറി. 5 ഡിഗ്രിയോ? 5 ഡിഗ്രി ഒന്നും ആയിരിക്കില്ലല്ലോ. ഇതിൻ്റെ തെറ്റിപ്പോയതാണോ അറിയില്ല. എന്തായാലും നല്ല തണുപ്പുണ്ട്. നമ്മുടെ സീസർ കുട്ടനെ നോക്കണം, ഇല്ലെങ്കിൽ ആള് വെയിലിൻ്റെ അടിയിൽ വരും. നമുക്ക് ആളൊന്ന് നോക്കിയിട്ട് പോവാം. സ്റ്റാൻഡ് വെച്ചാൽ ഇപ്പോൾ ഓടി വരും. ഓടി അകത്തോട്ട് പോയി. അതോ വരുന്നു. അവിടുന്ന് ഓടി കാറിൻ്റെ അടിയിൽ കയറി. ദേ അവിടെ ഇപ്പുണ്ട്, ബൈക്കിൻ്റെ ഫ്രണ്ടിൽ. സീസർ അവിടെ നിൽക്കട്ടെ, നമുക്ക് പോവാം. വണ്ടി ഓൾമോസ്റ്റ് ഭയങ്കര അഴുക്കായിട്ടുണ്ട്. പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. ശരിക്കും എനിക്ക് ജലദോഷം മൂക്കടപ്പൊന്നുമില്ല. സീസർ അത് കൊള്ളൂല. എന്തൊക്കെയാണ് കഴിക്കണത്? അയ്യോ, ഭയങ്കര സ്നേഹമാണ് ആൾക്ക്. കുറച്ചൊക്കെ പേടിപ്പിക്കും. അയ്യേ, കൊള്ളൂല, വെള്ളം അകത്ത് പോയി കുടിക്കുക. അത് കൊള്ളൂല. അത് കൊള്ളൂല എന്ന് പറഞ്ഞില്ലേ, കുടിക്കണ്ടെന്നല്ലല്ലോ, കൊള്ളൂല എന്ന് പറഞ്ഞത്. അയ്യോ, വീണ്ടും സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന്. ജാങ്കോ, നീ അറിഞ്ഞോ? അത് കൊള്ളൂല. ഹിന്ദി പറയേണ്ടി വരുമല്ലോ. ദേ എൻ്റെ ഒപ്പം ഓടുന്ന്. ബൈ ബൈ. അതിൻ്റെ അപ്പുറത്തേക്ക് വരില്ല. ആളങ്ങനെയാണ് ട്രെയിൻ ചെയ്തേക്കുന്നത്, കണ്ടില്ലേ? അവിടെ നിന്ന് കളിക്കുള്ളൂ. ആക്ച്വലി ഞങ്ങൾ നല്ലൊരു കയറ്റം കയറിയാണ് ഇന്നലെ നൈറ്റ് വന്നത്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം.
അപ്പം നമ്മൾ സാധാരണ ഒരു ബനിയൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒരു ബ്രീത്തബിൾ ഒരു പാൻറ്റുമാണ് ഇട്ടേക്കുന്നത്. മണാലിയിലെ തണുപ്പുള്ള നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ്. ഞാനിങ്ങ് എടുക്കുക. ഇതാണ് നമ്മുടെ ഇറക്കം. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. മണാലിയിലെ പോലത്തെ ഈ തുണി മേടിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാൻ വാങ്ങും. ഇവിടെ ബൈക്കിൻ്റെ ഗ്യാരേജൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ ബൈക്കിൻ്റെ പണി. നമ്മൾ ലൂബ് ചെയ്തിട്ടില്ല, ചെയിൻ ക്ലീൻ ചെയ്തിട്ടില്ല. ഇന്നലെ ഏകദേശം 570 കിലോമീറ്റർ 600 കിലോമീറ്റർ നമ്മൾ ഓടി. ശരിക്കും നമ്മൾ ലൂബ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഒരു സ്ട്രെച്ചിൽ വന്നുകൊണ്ട് നമ്മളത് ചെയ്തില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോഴും നൈറ്റായി. ഇന്നും നമ്മൾ ചെയ്തില്ല. ലൂബൊക്കെ ഫ്രണ്ട്സിൻ്റെ ബാഗിലാണ്, അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ കാണിച്ചത് 5 ഡിഗ്രി എന്നൊക്കെയാണ്. എനിക്ക് 5 ഡിഗ്രി എന്ന് തോന്നുന്നില്ല, ഒരു 15 ഡിഗ്രി ആയിരിക്കും, എനിക്കറിയില്ല. നമുക്ക് ഫ്രണ്ട്സ് നിൽക്കുന്നിടത്തോട്ട് 850 മീറ്റർ ഉള്ളതെന്നാണ് പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. അമ്പോ ഇവിടെ പിന്നെ അങ്ങനെ നമ്മൾ ഓഫ് റോഡ് തിരക്കി വേറെ എവിടെയും പോകണ്ട. ഓൾമോസ്റ്റ് റോഡെല്ലാം ഓഫ് റോഡാണ്. നമ്മുടെ ബ്രേക്കൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് സെറ്റാണ്. ഡൽഹി ബജാജ് നമുക്ക് തന്ന സപ്പോർട്ട് അടിപൊളിയാണ്. കാരണം ഇതിൻ്റെ ബാക്കിലെ ഡിസ്ക് അവൈലബിൾ ആയിരുന്നില്ല, ഡിസ്ക് പ്ലേറ്റ്. അത് അവർ ആ ഷോർട്ട് ടൈം കൊണ്ട് അവൈലബിൾ ആക്കി നമുക്ക് റീപ്ലേസ് ചെയ്ത് തന്നു. ചായ കുടിക്കാം. അവരെ കണ്ടില്ല, വിളിക്കാം. ചായ. ആ അപ്പം നമ്മൾ ചായ കുടിച്ചു. ഫ്രണ്ട്സിനെ വിളിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞ 10-15 കിലോമീറ്റർ അപ്പുറത്താണ്. ആദ്യം മാപ്പ് ഫ്രണ്ടിലേക്ക് കാണിച്ചു, പക്ഷെ ആക്ച്വലി നമുക്ക് പോകാനുള്ള ബാക്കിലേക്കാണ്. നമ്മൾ ആ വണ്ടി വരുന്നതിന് മുമ്പേ നമ്മളങ്ങ് തിരിക്കുക. ഇത് ഓൾഡ് മണാലിയാണ്. ക്യാമറയുടെ ആംഗിളൊക്കെ ശരിയല്ലേ? കമൻ്റ് ഇടണം കേട്ടോ. എന്തെങ്കിലും ഇനിയും വ്യത്യാസപ്പെടുത്തണമെങ്കിൽ നമുക്കത് ചെയ്യാം. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പം നമ്മുടെ കറക്കം ഡ്യൂക്കിലായിരുന്നു. അന്നേ നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്തതാണ് നമ്മുടെ ചെക്കനെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്. ചെക്കൻ ഹാപ്പിയാണ്. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ താഴോട്ട് വരുന്നത് ഞാൻ മാപ്പ് നോക്കുന്ന കേട്ടോ. ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരും, എന്നാലും നമ്മുടെ ഒരു ആശ്വാസത്തിന് നോക്കുന്നതാണ് ബെറ്റർ. എൻ്റെ പഴയ മണാലി വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം, ആ പാലം ലെഫ്റ്റിൽ കാണുന്ന ആ പാലം, അതുവഴിയാണ് നമ്മൾ സൊളങ് വാലിയിലേക്കും റൊട്ടാംബാസിലേക്കും പോയത്. ഈ പാലം വഴി. ഒരു പക്ഷേ ഇപ്പോൾ ഫ്രണ്ട്സ് പോയത് നമ്മൾ പോയ സ്ഥലത്തായിരിക്കും, നമ്മൾ ആദ്യം മണാലി വ്ളോഗിൽ കാണിച്ച സ്ഥലം. അത് നൈസ് സ്ഥലമാണ്, അവിടെ തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. അന്ന് നമ്മൾ ഈ വഴി കൂടെ ഒക്കെ പോയപ്പോൾ അങ്ങ് ദൂരെ മഞ്ഞുമലകൾ കാണാമായിരുന്നു. ഇപ്പം മഞ്ഞുമലകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല, ഫുൾ പച്ചപ്പാണ്. അങ്ങ് ദൂരെ എല്ലായിടത്തും ഫോഗ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിനി വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, പിന്നെ ചെയിനൊന്ന് ലൂബ് ചെയ്യണം. നമ്മൾ ഇതുവരെ അധികം മലയാളികളെ ഒന്നും കണ്ടില്ല. കാറിൽ വന്ന കുറച്ച് മലയാളികളെ കണ്ടു. അവരെ ട്രെയിനിലും ബസ്സിലുമായി വന്നിട്ട് പിന്നെ ഇവിടുന്ന് കാറ് റെൻറ്റിനെടുത്ത ആൾക്കാരെ കണ്ടു. അവരും തൃശ്ശൂരുകാരാണ്. ബിലാസ്പൂർ, ചണ്ഡീഗഡ്
അങ്ങനത്തെ ബോർഡ് വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ചെമ്മരിയാടിനെ കാണാം. ഗൂഗിൾ കൃത്യമായി നമുക്ക് വഴി പറഞ്ഞു തരുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നേരെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടേക്കും അല്ലായിരുന്നു. ഇപ്പം എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. അതോ റോഡ് ഇടിഞ്ഞ് താഴേക്ക് പോയതാണെന്ന് തോന്നുന്നു. അതെ, റോഡ് ഇടിഞ്ഞ് താഴേക്ക് പോയതാണ് നമ്മൾ കണ്ടത്. ലാൻഡ് സ്ലൈഡ് ഇവിടെ കോമൺ ആണ് ആക്ച്വലി. എന്തായാലും ഇന്നലെ വന്ന വഴിയൊക്കെ സേഫാണ്. ഇടയ്ക്കൊരു ലാൻഡ് സ്ലൈഡ് ഉള്ളത് കൊണ്ട് നമ്മളെ ഒന്ന് കുറച്ച് നേരം അവിടെ നിർത്തി. ഒറ്റ കാര്യമുള്ളൂ, ഭയങ്കര പൊടിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശരിക്കും പനിയോ മൂക്കടപ്പോ ഒന്നുമില്ല. ഇന്നലത്തെ ഫുൾ പൊടി അടിച്ചിട്ട്, അതായത് ബാലക്ലവ് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് പൊടി കയറി. പൊടി അടിച്ചിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു, അത്രേ ഉള്ളൂ. പിന്നെ രാവിലെ ആയപ്പോൾ പുതപ്പ് മാറി കിടക്കായിരുന്നു. അപ്പം നല്ല രീതിയിൽ തണുപ്പടിച്ചു. ശബ്ദം ഒന്ന് ക്ലിയർ ആവാനായിട്ട് ഒരു കോഫി കുടിക്കേണ്ടി വന്നു. കോഫി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ ക്ലിയറായി. എന്നാലും ശബ്ദം പഴയതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇവിടെ എവിടെയാണ് റെൻറ്റിൻ്റെ ബൈക്ക് കണ്ടത്. പക്ഷെ ഞങ്ങൾ റെൻറ്റിന് ഷോപ്പിൽ പോയിട്ടല്ല ഞങ്ങൾ ബൈക്ക് റെൻറ്റിനെടുത്തത്. ഞങ്ങൾ അതായത് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ ആൾ വിളിച്ച് പറഞ്ഞിട്ട് ആൾ നമുക്ക് ഇവിടെ മോൾ മാർക്കറ്റിൽ കൊണ്ടുതരുമായിരുന്നു ബൈക്ക്. ഇവിടെ ഇങ്ങനെയുള്ള കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ശരിക്കും നല്ല വെള്ളമാണ്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വെള്ളമാണ്. അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. പിന്നെ മോൾ റോഡിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. ഞാൻ അവിടുന്ന് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു പെട്രോൾ പമ്പുണ്ട്. നമ്മൾ ബസ്സൊക്കെ വന്ന് നിർത്തുന്ന നമ്മളിപ്പോൾ കണ്ട ചെറിയ ഒരു കടകളൊക്കെ അപ്പുറമാണ്. നമ്മുടെ സീസറിനെ പോലെ ഒരു കുഞ്ഞാൾ റോഡിലിങ്ങനെ നിൽപ്പുണ്ട്. വീണ്ടും റോഡ് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. കുറേ പേരുണ്ട്. ബാ 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 ദോ അവരോടെ പോ. ബാ 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 ബാ. എന്തേ ആളെന്തേ? അങ്ങോട്ട് പോ. പാവം റോഡിൽ നിന്ന് മാറി നിൽക്കും. ബാ ഇവിടെ ഇങ്ങോട്ട് മാറിക്കും. ആൾക്ക് ഇവരുടെയൊക്കെ ചേട്ടനാണെന്ന് തോന്നുന്നു. ആൾ ഭയങ്കര സ്മാർട്ടാണ്. ആളുടെ അമ്മ വരുന്നതിന് മുമ്പേ നമുക്ക് വിടാം. റോഡിൽ നിന്നൊന്ന് മാറ്റി നിർത്തിയതാ. ഇല്ല, റോഡിലേക്ക് കയറുന്നില്ല. ഭാഗ്യം. എല്ലാവരും നോക്കി ഓടിക്കണമെന്നില്ല. ചിലപ്പോൾ ഇല്ല, ആളകത്ത് കയറിപ്പോയി. ഭാഗ്യം. അപ്പോൾ എല്ലാവരും നോക്കി ഓടിക്കണമെന്നില്ല. ചിലപ്പോൾ അത് അപകടം പറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോലെ തന്നെയാണ് അവരും. ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യം കാണുകയാണെങ്കിൽ മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യുക. അത് ശരിക്കും കുഞ്ഞല്ലേ, അതിനറിഞ്ഞുകൂടാ റോഡിലേക്ക് വരുന്ന കാര്യമൊന്നും. അപ്പോൾ ഇന്നലെ വന്നപ്പോഴും ചില സ്ഥലങ്ങളിൽ റോഡിൽ പശുക്കളൊക്കെ ഉണ്ട്. പട്ടികൾ വളരെ കുറവായിരുന്നു. ഇവിടുത്തെ പട്ടീനെ കാണാൻ ഭയങ്കര രസമാണ്. ഈ ഒരു കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത പട്ടി പോലെ ഒരുപാട് രോമവും നല്ല ക്യൂട്ടാണ് ഇവിടുത്തെ പട്ടികൾ. പിന്നെ വഴിയിലുള്ള പട്ടികൾക്കും എന്താ പറയുക, ഡൽഹിയിലെ പട്ടി ഭയങ്കര അറ്റാക്കിംഗ് ആണ്. മുംബൈയിലെ പട്ടിയും ബാംഗ്ലൂരെ പട്ടിയൊക്കെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ബാലക്ലവ് കടിച്ചെടുത്തുകൊണ്ട് പോയി. പക്ഷെ അത് പുള്ളി കളിച്ചതാണ്. കഴിഞ്ഞ തവണ നമ്മൾ ചായ കുടിച്ച കട.
ഇപ്പം ഞാനൊരു ചായ കുടിച്ച, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ചായ കൂടെ കുടിച്ചാൽ നല്ല ചായയായിരുന്നു കഴിഞ്ഞ തവണ നമുക്ക്. അപ്പോൾ എന്താ പറഞ്ഞു വന്നേ, അപ്പോൾ നമ്മുടെ പട്ടികൾ, ഡൽഹിയിലെ പട്ടി ഒരു രക്ഷയില്ല. ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് സ്നേഹിക്കാനും പറ്റില്ല. അത് നമ്മളെ മറ്റേ ഇടിക്കാൻ വരുന്ന പോലെ വരുന്നത്. നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ആകുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും കടിച്ചൊന്നുമില്ല. ഇവിടെയായിരുന്നു നമ്മുടെ നേരത്തെ താമസിച്ച ഓപ്പൺ റോഡ് ക്യാമ്പ് ആൻഡ് കഫേ. ആക്ച്വലി അവരിപ്പോൾ അത് നിർത്തി, ഗോവയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ മണാലിയിലുള്ളത് അവർ നിർത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിയാണ്, അവിടെ ഇല്ല, ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അവിടുന്ന് വന്നിട്ട് നമ്മൾ ഈ വഴി തന്നെയാണ് നമ്മൾ അന്ന് പോയ ആ ഒരു ഫോറസ്റ്റ് ഏരിയ. നമ്മുടെ ബിയാസ് നദി, നമ്മുടെ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഭയങ്കര ഒഴുക്കായിരുന്നു. ആ കല്ലുകൾ ഒന്നും നമുക്ക് കാണത്തേ ഇല്ലായിരുന്നു. പക്ഷെ ഇത്തവണ വന്നപ്പം ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. 2 മാസം മുന്നേ വന്നപ്പോൾ ആ നദി ഫുള്ള് കവിഞ്ഞൊഴുകുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ഇതിൻ്റെ പാസ് എടുത്തിട്ടില്ലല്ലോ, തിരിച്ചു വരുമ്പോൾ വീണ്ടും പൈസ കൊടുക്കേണ്ടി വരുമോ? മണാലി ടൂറിസത്തിൻ്റെ ഒരു പാസ് ഉണ്ട്, 2 വീലറിന് 100 രൂപ. ഇന്നലെ നമ്മളത് രാത്രി എടുത്തിരുന്നു. പാസ്സെല്ലാം എൻ്റെ കയ്യിലാണ്, ഞാൻ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടുകയും ചെയ്ത്. അതാണ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല, വരാമെന്നാണ് ഫ്രണ്ട്സ് പറയുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് ആ കല്ലൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്കും വെള്ളം അടിച്ചൊഴുകുമായിരുന്നു. ഇപ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറി നിൽക്കേണ്ടി വരും. നമുക്ക് റെയിൻ ഗിയർ ഒന്നുമില്ല, പിന്നെ ക്യാമറയ്ക്കും അത് പ്രശ്നമാവും. അവിടെ കാണുന്ന ആ പാലത്തിൽ വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയുടെ തുടക്കം ആ പാലമായിരുന്നു. വന്ന സ്ഥലത്ത് വീണ്ടും വരുന്ന ഒരു നൊസ്റ്റാൾജിയ ഒന്ന് വേറെയാണ് എനിക്ക്. പക്ഷേ ഒരുപാട് മാസമായില്ല, പെട്ടെന്ന് തന്നെയാണ് അടുത്ത വരവും വന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഡൽഹിയിൽ നിന്ന് ബസ്സിൽ മണാലിയിലെത്തി. മണാലിയിൽ നിന്ന് റെൻ്റ് എടുക്കുകയാണ് ചെയ്തത്, ബൈക്ക്. ഇത്തവണ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ ചെക്കനെയും കൊണ്ടാണ് വന്നത്. മഴയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വില്ലൻ. മഴയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കുറേയും കൂടെ ഒക്കെ നേരത്തെ ഇവിടെ എത്തിയേനെ. കണ്ടോ ഇവിടുത്തെ പട്ടി, കണ്ടോ? ഒരു വേറെ ലുക്കാണ്. എന്നാൽ സാധാരണ നമ്മുടെ നാട്ടിലെ പട്ടി പോലത്തെ പട്ടിയും ഉണ്ട് ഇവിടെ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്ലിയർ മേഘങ്ങളാണ്. മേഘങ്ങൾ നമുക്ക് എന്താ പറയുക, സൂര്യപ്രകാശം വന്നിട്ട് അതിൻ്റെ നിഴലും നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ അങ്ങ് വരെ നമുക്ക് ഈ നദി നമ്മുടെ ഒപ്പം ഉണ്ട്. ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, ഇല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക്. ഈ നദിയും അപ്പുറ സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്ന, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കുറേ പാലങ്ങളുണ്ട്. ഇരുമ്പ് പാലങ്ങളാണ്. ആ പാലങ്ങളെല്ലാം നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് അവർ ഇട്ടിട്ടുണ്ട്. ഇതടുത്ത പാലമാണ്. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. ടെൻറ്റിൽ താമസിക്കുന്ന ഒരു രസം വേറെയാണ്. ഇപ്പം നമ്മൾ ആദ്യം മണാലിയിൽ വന്നപ്പോൾ ടെൻറ്റിലാണ് താമസിച്ചത്. ഭയങ്കര തണുപ്പാണ് ടെൻറ്റിൽ താമസിക്കുമ്പോൾ. റൂമിൽ താമസിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു താരതമ്യേന തണുപ്പ് കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ പറയാം, ഞാൻ ഫ്രീസാണ്. ജാങ്കോ മോനെ നീ പെട്ടടാ. നമ്മൾ കേബിൾ വെച്ചിട്ട് പോകുന്ന, എന്താ പറയുക, കേബിൾ ട്രെയിൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെ തന്നെയല്ലേ? അത് അവിടെ നിർത്തിയിട്ടൊക്കെയാണ്, പോകുന്നില്ല. ഒരു മൊമെൻറ്റിൽ എനിക്ക് തോന്നി, ഞാനിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അത് പോകുവാണെന്ന്. റോഡ് പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ തുരങ്കത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച സ്ഥലങ്ങളിൽ വർക്ക് നടക്കുന്നുണ്ട്.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു കണക്കിന് നല്ലതാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണ് ഭയങ്കര എന്താ പറയുക, പാറപ്പൊടി അല്ല, ലൂസ് മണ്ണാണ്. പാറപ്പൊടി പൊടിച്ചിട്ടേക്കുന്ന പോലത്തെ മണ്ണാണ്. അപ്പോൾ അത് നമുക്ക് ശ്വസിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഇടയ്ക്കൊന്ന് മഴ പെയ്യുമ്പോൾ ഒന്ന് ക്ലിയറായി കിട്ടും. ഒന്ന് റോഡൊക്കെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പൊടിയില്ലാതെ നമുക്ക് പോകാൻ പറ്റും. എക്സ്ട്രാ ബാറ്ററി എടുത്തിട്ടില്ല, അതുകൊണ്ട് ക്യാമറ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓണാക്കാം. തിരിച്ചു വരുമ്പോൾ ഇനി 100 രൂപയും കൂടെ പോവോ എന്നുള്ളൊരു സംശയം ഇല്ലാതെ ഇല്ല. പിന്നെ ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നൈറ്റ് വന്നപ്പോൾ ഒരുപാട് ലോറികളൊക്കെ ഉണ്ട്. അപ്പം നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും നിങ്ങൾ വൈസർ അടച്ചിട്ടിട്ട് ഓടിക്കുക. ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ വൈസർ തുറന്നു വെച്ചു, പക്ഷേ ഭാഗ്യവശാൽ വൈസർ അടച്ച സമയത്ത് ഒരു കല്ലടിച്ച് എൻ്റെ വൈസറിൽ വന്നു. എന്തായാലും പൊട്ടിയൊന്നുമില്ല, പക്ഷേ നല്ല ശക്തമായിട്ടാണ് അത് വന്ന് അടിച്ചത്. അപ്പം നിങ്ങൾ മാക്സിമം വൈസർ അടച്ചിട്ടിട്ട് ഓടിക്കുക. 2-3 ഗുണങ്ങളാണ്. 1, കല്ലടിക്കാതിരിക്കും. 2, നിങ്ങൾക്ക് കാറ്റ് വന്നടിച്ചിട്ട് കുറേ ക്ഷീണം വരാതിരിക്കും. 3, നിങ്ങൾക്ക് പൊടി അടിക്കാതെ പോവാം. കാരണം ബാലക്ലബ വെച്ചെന്ന് പറഞ്ഞാൽ, ഫേസ് മാസ്ക് ഇട്ടെന്ന് പറഞ്ഞാലോ നമുക്ക് നല്ല രീതിയിൽ പൊടി അടിക്കും. നമ്മൾ അന്ന് പോയ പാലമാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അതെ, ഈ പാലത്തിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നൈസ് വൈബുള്ള ഫോറസ്റ്റ് പോലത്തെ സ്ഥലത്തെത്താം. കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട് ഈ പാലം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഈ വഴി. ആക്ച്വലി അത് മാപ്പിൽ ഇട്ട് കൊടുക്കാനായിട്ടൊരു സ്ഥലമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പം ഞാൻ വന്ന ഈ ഫുൾ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴി മനസ്സിലാവാൻ എളുപ്പമാണ്. അതിലെ പിന്നെ നേരെ മുകളിലോട്ട് പോയാൽ മതി. അടിപൊളി വൈബാണ്. നിങ്ങൾ ആ സ്ഥലം മിസ് ചെയ്യരുത്. അതിൻ്റെ വീഡിയോ താഴെ ഉണ്ട്. നമ്മളാരും കാണുന്നില്ലെങ്കിൽ എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യും. കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു പാഷൻ പോലെയാണ്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് വ്ളോഗ് ചെയ്യണമെന്നുള്ളത്. കോൺഫിഡൻസിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടോ നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഒരു മൊമെൻറ്റിൽ നമ്മൾ എന്തായാലും മേടിക്കാം, എന്തായാലും ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. നമ്മൾ ലൊക്കേഷനായെന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നും ആരുമില്ല.